അവ്യക്ത സന്ദേശം. ഇന്ന് വചനത്തിൽ ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ഇന്ന് ബാബയുടെ സമീപം വചനത്തിൽ എത്തിച്ചേർന്നപ്പോൾ കണ്ടത് ഇതാണ്. ഇന്ന് വചനത്തിൽ പല നിറങ്ങളിൽ ലോകം കാണപ്പെടുന്നുണ്ടായിരുന്നു. വെറൈറ്റി പ്രകാരത്തിലുള്ള കുട്ടികൾ അഥവാ ആത്മാക്കൾ കാണപ്പെടുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടി എന്താണ് കാണുന്നത്? അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, അങ്ങ് ഏതൊരു ദൃശ്യമാണോ കാണിച്ചു തരുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല നിറങ്ങളിലുള്ള ലോകം എന്താണ് എന്നത് അങ്ങ് തന്നെ പറഞ്ഞു തന്നാലും. അപ്പോൾ ബാബ ഒരു സെക്കൻഡ് മൗനമായി ഇരുന്ന ശേഷം പറഞ്ഞു, കുട്ടി, ബാബ ചുറ്റി സഞ്ചരിക്കുമ്പോൾ അത് ദേശത്തായാലും വിദേശത്തായാലും തൻ്റെ കുട്ടികളുടെ അടുത്തായാലും ഭക്തരുടെ അടുക്കൽ പോയാലും വളരെയധികം ദൃശ്യങ്ങൾ കാണപ്പെടുന്നു. ഇന്ന് ബാബ രാവിലെ മുതൽ തന്നെ വർണ്ണപ്പകിട്ടാർന്ന ലോകം കണ്ടു. ബാബ പറഞ്ഞു, ലോകത്തുള്ളവർ വളരെയധികം സ്വയം തങ്ങളിൽ ചിലപ്പോൾ സന്തോഷിക്കുന്നു, ചിലപ്പോൾ വളരെയധികം ലഹരി പിടിച്ചവർ ആകുന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യം വരുമ്പോൾ നിരാശമാവുകയും ചെയ്യുന്നു, ദുഃഖവും ഫീൽ ചെയ്യുന്നു. അതിനാൽ ആ ഭാവത്തിലാണ് ബാബ പല നിറങ്ങളിലുള്ള ലോകം എന്ന് പറയുന്നത്. ബാബ പറഞ്ഞു, കുട്ടി, സമയമനുസരിച്ച് ബാബ ഇതിനാലാണ് കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ഇന്നത്തെ ദിവസവും ബാബ സമയമനുസരിച്ച് കുട്ടിക്ക് ദൃശ്യം കാണിച്ചു തരികയാണ്. സമയമനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നും ബാബ തൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരികയാണ്. ബാബ പറഞ്ഞു, ഇന്നത്തെ ദിവസം ലോകത്തിൽ രാവണനെ കത്തിക്കും, ദസറ ആഘോഷിക്കും, ഒരു ഭാഗത്ത് സന്തോഷങ്ങൾ ആഘോഷിക്കും. ദേവിമാരെ പ്രതി എത്ര വിശ്വാസവും ഭാവനയുമാണ് ഉണ്ടായിരിക്കുന്നത്. ബാബ പറഞ്ഞു, ദസറ ആഘോഷിക്കുക, രാവണനെ കത്തിക്കുക, അഥവാ അതിനിടയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും പ്രകാരത്തിലുള്ള ആവേശം വരികയോ കോപം വരികയോ ദേഷ്യം വരികയോ ചെയ്താൽ അതിനെ എന്തു പറയും? രാവണൻ കത്തി എന്ന് പറയുമോ? അപ്പോൾ ബാബ വളരെ സ്നേഹത്തോടെ വളരെ മധുരമായ ദൃഷ്ടി നൽകിക്കൊണ്ട് പറയുന്നു. അതിനാൽ ബാബയ്ക്ക് തൻ്റെ കുട്ടികളുടെ മേലും തൻ്റെ ഭക്തരുടെ മേലും ഇടയ്ക്കിടയ്ക്ക് ദയയും വരുന്നു. ദൃശ്യം കാണുമ്പോൾ ബാബ മനസ്സിലാക്കുന്നു, ഈ കുട്ടികളും ഇടയ്ക്കിടയ്ക്ക് അവിവേകത്തിൻ്റെ കാര്യം ചെയ്യുന്നു. ബാബ പറഞ്ഞു, ശക്തികളുടെ ദിവസത്തിൽ, ദേവിമാരുടെ ദിവസത്തിൽ ദേവിമാരുടെ മുന്നിൽ അപേക്ഷയും നടത്തി പ്രാർത്ഥനയും നടത്തി ഇന്ന് ദസറ ആഘോഷിക്കും. ഈ ഒരു ദിവസം ഏതൊരു ആചാര അനുഷ്ഠാനം ആഘോഷിക്കുന്നുവോ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ലോകത്തുള്ളവർ അറിയുന്നില്ല. കേവലം മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ആഘോഷിച്ചു വരുന്നു, ചെയ്തു വരുന്നു, പറഞ്ഞു വരുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ബാബ പറഞ്ഞു, ശരിയായ അർത്ഥം ഇതാണ്. എപ്പോഴാണോ ബാബയുടെ കുട്ടികൾ, ബ്രാഹ്മണരായ കുട്ടികൾ ബാബയുടേതായി മാറുന്നത്, അപ്പോൾ തൻ്റെ കുറവുകളും ദൗർബല്യങ്ങളും ബാബയുടെ മുന്നിൽ സമർപ്പണം ചെയ്യുന്നു, തിന്മകളുടെ വിനാശം ചെയ്യുന്നു, ഉള്ളിൽ നിന്നും നീക്കം ചെയ്യുന്നു. ബാബ പറഞ്ഞു, സത്യമായ ദസറ അതാണ്. ആ രാവണനെയാണ് കത്തിക്കേണ്ടത്. അപ്പോൾ ബാബ പറഞ്ഞു, ലോകത്തുള്ളവർ ആണെങ്കിൽ കേവലം കാണുന്നതിന് വേണ്ടിയും
പറയാൻ വേണ്ടി മാത്രവുമാണ് ചെയ്യുന്നത്. എന്നാൽ ബാബയുടെ ബ്രാഹ്മണ കുട്ടികളായ നിങ്ങൾ അഥവാ ഏത് കുട്ടികളാണോ ഏതെല്ലാം തിന്മകൾ, ഏതെല്ലാം കുറവുകൾ ബാബയുടെ മുന്നിൽ സമർപ്പണം ചെയ്തത്, സ്വാഹ ചെയ്തത്, ബാബ പറഞ്ഞു, നോക്കൂ അവരുടെ മുഖം എത്ര നല്ലതാണ്, വിടർന്ന മുഖമായിരിക്കും. കാരണം കുറവുകൾ ബാബയ്ക്ക് നൽകി ബാബയുടെ മുന്നിൽ സമർപ്പണം ചെയ്തു. ബാബ പറഞ്ഞു, അതിനാൽ ഇടയ്ക്കിടയ്ക്ക് ലോകത്തിലെ ദൃശ്യം കണ്ട് ബാബയ്ക്ക് തൻ്റെ കുട്ടികളുടെ മേലും ഭക്തരുടെ മേലും വളരെയധികം ദയയും വരുന്നു. കുട്ടികളുടെ അറിവില്ലായ്മയുടെ ദൃശ്യവും കുട്ടികളുടേത് ഭക്തരുടേത് കാണുന്നു. ഇപ്രകാരം പറഞ്ഞ ശേഷം ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. ബാബ പറഞ്ഞു, ഇന്നത്തെ ദിവസം ലോകത്തുള്ളവരും പരസ്പരം വായ് മധുരിതമാക്കും. എന്നാൽ അത് അല്പസമയത്തേക്കാണ്. എന്നാൽ കുട്ടികളായ നിങ്ങൾ ഹൃദയപൂർവ്വം തൻ്റെ തിന്മകൾ ത്യാഗം ചെയ്യുന്നു. ബാബ പറഞ്ഞു, സത്യമായ ദസറ ബ്രാഹ്മണ കുട്ടികളായ താങ്കളാണ് ആഘോഷിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബാബ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. മറ്റു പല ആത്മാക്കളുടെയും ഭോഗ് ആയിരുന്നു, ഓർമ്മകൾ ഉണ്ടായിരുന്നു, അതും ബാബയ്ക്ക് നൽകി. ബാബ വളരെ സ്നേഹത്തോടെ എല്ലാവർക്കും വളരെയധികം സ്നേഹസ്മരണകൾ നൽകിയ ശേഷം എന്നെ തിരികെ അയച്ചു, താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.